ഹായ് ഹലോ, നമുക്ക് പാളയംകോടൻ പഴം ഉണക്കിയെടുക്കുക കേട്ടോ. പാളയംകോടൻ പഴം അധികം പഴുത്ത് പോകരുത്. അത് നമ്മൾ തൊലി കളഞ്ഞ് 2 പീസാക്കി ഡ്രയറിലാട്ടോ ഉണക്കണേ. ഉണക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെയാണ് പാളയംകോടൻ പഴം കിട്ടുക. അത് നമ്മൾ ഹണിയിലിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതോ ഒരു മായവും ഇല്ലാത്ത പഴമാണ്. വെച്ചാൽ നാട്ടിൻപുറത്ത് കിട്ടുന്ന ഒരു പഴമാണ് പാളയംകോടൻ പഴം. ഒരുവിധ ഏജ് കൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ പാളയംകോടൻ പഴം എന്താണെന്ന്, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും. അപ്പം നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഹണിയിലിട്ട് പാളയംകോടൻ പഴം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെ ഇരിക്കും ഹണിയിലിട്ട് കഴിയുമ്പോൾ.